ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഡോക്ടർ ട്രേഡർ. ഇൻട്രാഡേ ട്രേഡ് അനലൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തേക്ക് വേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻറ്റുകൾ ആണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതെന്നും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയിലെ ഒരു റെസിസ്റ്റൻ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ പോയിൻ്റ് ആണ്. ആ ഒരു ലെവൽ വരുന്നത് 18,528 536. ഈ ഒരു ലെവല് നല്ല രീതിയിൽ തന്നെ 2 തവണ റെസിസ്റ്റൻ്റായി ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ 18,528 ബിലോ ആണ് ഒരു ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് കോൾ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 18,603 591 എന്ന ലെവലിലേക്കാണ്. ഇനി മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ എബോവ് 18,536 എബോവ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവലിൽ വെച്ച് റിവേഴ്സൽ എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിലും ആ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അഥവാ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് ആണ് നടക്കുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 18,495 ലെവലും സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു സോണിലേക്കും ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അത് സോൺ വരുന്നത് 18,456 437. അതുപോലെ മാർക്കറ്റ് നാളെ ഒരു നല്ലൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ ഏകദേശം 18,408 ബിലോ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന മൂവ്മെൻറ്റ് നടക്കുമ്പോൾ SL ട്രയലിംഗ് ചെയ്ത് ഈ ഓരോ ടാർഗറ്റും ക്യാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. എൻട്രി പോയിൻ്റ് വരുന്നത് 18,456 ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുമ്പോഴാണ്. ഇനി മാർക്കറ്റ് നാളെ ഒരു ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നത് എങ്കിൽ ഏകദേശം 18,456 റേഞ്ച് ഈ ഒരു റേഞ്ചിലാണ് ഗ്യാപ് ഡൗൺ വന്നത് എങ്കിൽ പിന്നീട് ഈ ഒരു റേഞ്ച് 18,437 ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് ഈ ഒരു ലെവലിന് കൺഫേം ചെയ്തിട്ട് പുട്ട് ഓപ്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് 18,408 18,400 ലെവലാണ്. ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. ആ ഒരു ലെവലും കൂടി ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്കും ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഹ്യൂജ് ആയിട്ടുള്ള ടാർഗറ്റ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം കഴിഞ്ഞ മാസങ്ങളിൽ ചാർട്ട് നോക്കുന്ന സമയത്ത് തന്നെ ഹ്യൂജ് ആയിട്ടുള്ള നല്ലൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു തിങ്ക് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പോർട്ട് ഏരിയ ആക്ട് ചെയ്തത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആക്ട് ചെയ്തത് 42,873 851 എന്ന ഈ ഒരു സോണാണ്. മാർക്കറ്റ് നാളെ ഫ്ലാറ്റിഷോ അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ 42,851 ലെവൽ ബ്രേക്കൗട്ട് നടന്ന് ഫാൾ വരുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടാർഗറ്റ് 42,713 695 എന്ന ലെവലുകളാണ് ടാർഗറ്റായി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു ലോ പോയിൻറ്റും കൂടി ഉണ്ട്. ആ ഒരു ലോ പോയിൻറ്റും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. 42,769 ആണ് ഒരു ലോ പോയിൻറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ ഏകദേശം 43.12 എബോവ് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവലിൽ വെച്ച് റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യുക. ഈ ഓരോ ലോ പോയിൻറ്റും ഈ ഒരു ഓരോ റെസിസ്റ്റൻ്റ് പോയിൻറ്റും ടാർഗറ്റായിട്ട് SL ട്രയലിംഗ് ചെയ്ത് മാത്രം മൂവ്മെൻറ്റ് നടത്തുക. ഹ്യൂജ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നാളെ കിട്ടുന്നത് എങ്കിൽ ഏകദേശം എബോവ് 43,338 എബോവ് ആണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ എൻട്രി പോയിൻ്റ് വരുന്നത് 43,290 ബ്രേക്കൗട്ട് നടന്ന് ഫാൾ വരുന്ന സമയത്താണ്. ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു 43,159 സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു സോണിലേക്കും 43,12 42,989 ലെവലിലേക്കുമാണ് ടാർഗറ്റായി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഓരോ ലെവലുകളും ഈ ഓരോ ടാർഗറ്റുകളും അല്ലെങ്കിൽ ഈ ഓരോ ലെവലുകളും മാർക്കറ്റിൽ നാളെ നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ട്രെൻഡ് കൺഫേം ചെയ്തിട്ട് മാത്രം റിവേഴ്സലോ അല്ലെങ്കിൽ ബ്രേക്കൗട്ടോ വരുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഒരു ഇൻട്രാഡേ സ്റ്റോക്ക് സജഷനായിട്ട് പറയാനുള്ളത് മഹീന്ദ്രയിലാണ്. മഹീന്ദ്ര ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രമേ നോക്കുന്നുള്ളൂ. സെല്ലിങ് ഓപ്പർച്യൂണിറ്റി നല്ലൊരു ടാർഗറ്റ് കിട്ടും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല.
12.68 ലെവൽ ബ്രേക്കൗട്ട് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 12.81-84 ഇത്രയും ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ടാറ്റ കൺസ്യൂമർ ആണ്. ടാറ്റ കൺസ്യൂമർ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് നോക്കുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. 798 ലെവൽ ബ്രേക്കൗട്ട് നാളെ നടക്കുന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടാർഗറ്റ് 810 ആണ്. സെക്കൻഡ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ലെവൽ വെച്ചിൻ്റെ പ്രോഫിറ്റ് പരമാവധി ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്യാവശ്യം ചെറിയൊരു നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ്. 1% എബോവ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. SLing ട്രയൽ ചെയ്ത് മാത്രമേ ഈ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പാടുകയുള്ളൂ. ഇനി അടുത്തത് LT ആണ്. LT ഒരു സജഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ സജഷനായിട്ടോ അല്ലെങ്കിൽ ഒരു സിംഗ് സജഷനായിട്ടോ പറയാനുള്ളതല്ല. ജസ്റ്റ് ഒന്ന് ചാർട്ട് ഷെയർ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇവിടെ ഒരു കാര്യം ഉണർത്താനുള്ളത്. LTയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഈ ഒരു ലെവൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തായി കാണാം. അതുപോലെ ഈ ഒരു ലെവലും സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും മൂന്നാമതും ഈ ഒരു ലെവൽ സ്ട്രോങ് ആയി സപ്പോർട്ട് എടുത്തു. പിന്നീട് മാർക്കറ്റ് ഈ ഒരു ലെവലും കൂടി ബ്രേക്കൗട്ട് നടന്നിട്ട് ചെറിയൊരു റിവേഴ്സൽ വന്നു. ഈ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് സ്റ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു സിംഗ് ആയിട്ടല്ല, ടാർഗറ്റ് ഒന്നും പറയുന്നില്ല. ടാർഗറ്റ് നിങ്ങൾക്കനുസരിച്ച് SLA ട്രയലിംഗ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് കയറി പോകാവുന്നതാണ്. ഓക്കെ, പറയാനുള്ളത് ഒരു ചാർട്ട് ഷെയർ ചെയ്യുക എന്നൊരു എക്സ്പെക്റ്റേഷൻ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ലെവൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്. ഈ ഒരു ഏരിയ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. 2.37, 2.32 എൻട്രി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സോണിൽ വെച്ച് തന്നെയാണ്. ഈ ഒരു സോണിൽ വെച്ച് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 2.59, 2.55 ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങളുടെ അനലൈസും കൂടി ഉൾപ്പെടുത്തിയിട്ട് മാത്രമേ ഈ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പാടുകയുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ചാർട്ട് കണ്ട സമയത്ത് ഷെയർ ചെയ്ത് എന്നേ ഉള്ളൂ. ഈ 1 ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷറാണ്. പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, ഇത്രയും മാത്രമാണ് പറയാനുള്ളത്. സേഫായിട്ട് മാത്രം ഏതൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുക. താങ്ക് യു.